തിരുവനന്തപുരം പാളയം CSI പള്ളിയിൽ ചേരി തിരിഞ്ഞ് വിശ്വാസികളുടെ പ്രതിഷേധം. CSI സൗത്ത് കേരള ഇടവകയുടെ ഭരണത്തെ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറി. നിലവിൽ ചുമതലയുള്ള ബിഷപ്പിനെ ഒരു വിഭാഗം ഇറക്കിവിടുകയായിരുന്നു. പിരിച്ചുവിട്ട പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി നേടി പള്ളിയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ രാത്രിയിലും സ്ത്രീകളടക്കമുള്ള വിശ്വാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അല്പസമയത്തിന് മുൻപ് വലിയ സംഘർഷമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പോലീസിന്റെ വിന്യാസവും അവിടെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഈ സ്ത്രീജനങ്ങളടക്കം കരയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CSI ചർച്ചിലെ ഈ വിശ്വാസികൾ ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തർക്കം. ചർച്ചിലാണ് വിശ്വാസികൾ നിലവിൽ ഇറക്കിവിട്ടു എന്നാണ് ആരോപിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി പക്ഷമാണ് ഇത്തരത്തിൽ ചുമതലയുള്ള നാലാவது ഓഫീസറിനെ ഇറക്കിവിട്ടതെന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ ബിഷപ്പിനെ ഇറക്കിവിട്ടതിന്റെ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ബിഷപ്പ് പോകുന്ന സമയത്ത് റോയ്സ് വിക്ടറിനെ അനുകൂലിക്കുന്ന അനുകൂലികൾ ഈ ബിഷപ്പിനെ പുറത്തു പോകില്ല ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചെയ്ത് തിരിഞ്ഞ് രണ്ട് വശങ്ങളായിരുന്നു എന്നാണ് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. ധർമ്മരാജ് അവസാനം പക്ഷമാണ് ഈ PN പ്രദീപ് പക്ഷം. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇരു വിഭാഗക്കാരും ഒരു ഘട്ടത്തിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേർ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗക്കാരുടെ നടുക്ക് ഭാഗത്തായിട്ടാണ് പോലീസ് നിൽക്കുന്നത്. ഇരു വിഭാഗക്കാരും ഇപ്പോൾ കസേരകളിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം തുടർന്നു പോകാനാണ് സാധ്യത കൂടുതൽ. പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ തിരിച്ചുവിട്ട പുതിയ ബിഷപ്പിനെ ചുമതല നൽകിയിരുന്നു. ഇതിൽ പ്രകാരമാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള മനോജ് മിസ്റ്റർ ഇന്ന് ചർച്ചിലെ ആരാധനാ പരിപാടികളിലായി എത്തിയത്. ആ സമയത്താണ് ധർമ്മരാജ് അവസാനം ശരി, പാളയം CSI പള്ളിയിൽ ഭരണത്തെ ചൊല്ലി തർക്കം തുടങ്ങിയിട്ട് 3 മണിക്കൂറിലധികമായി പള്ളിക്ക് മുൻപിലുള്ള റോഡിലടക്കം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വിശ്വാസികൾ. സ്ത്രീകളടക്കമുള്ളവരാണ് ഈ മഴയത്ത് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ടിൻഡുദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.